ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ഇന്നാണ് ഒന്ന് വീഡിയോ എടുക്കുന്നത്. യൂട്യൂബ് ചാനലിലേക്കുള്ള വീഡിയോ ഞാൻ ആഫ്റ്റർ എ ലോങ് ടൈം ഇന്നാണ് വീഡിയോ എടുക്കുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. കാരണം എൻ്റെ അടുത്ത മാസം എൻ്റെ മൂവി റിലീസാവാൻ പോവാണ്. കൂടൽ എന്നാണ് മൂവീൻ്റെ നെയിം. ബിബിൻ ജോർജ് ചേട്ടനാണ് നായകൻ. ഇതിൽ 4 നായികന്മാരുണ്ട്. അതിലൊരു നായികയാണ് ഞാൻ. ബാക്കിയുള്ള നായികന്മാരും മറ്റേ മെറീന ചേച്ചി, നിയ ചേച്ചി, റിയ ചേച്ചി, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഷാഫി പിക്കാട് സാറും അതേപോലെ ഷാനു കാക്കൂർ സാറുമാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെന്തായാലും എൻ്റെ ഈ മൂവി കണ്ടിട്ട് വിജയിപ്പിക്കണം. നിങ്ങളുടെ അനുഗ്രഹവും സപ്പോർട്ടൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഇക്കാര്യത്തിലൊക്കെ ബിസി. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ തിരക്കായിരുന്നു. മൂവി പ്രമോഷൻസും ഇൻ്റർവ്യൂസും പിന്നെ TV ചാനൽ ഷോസൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അതുകൊണ്ടാണ് എനിക്കിപ്പം കുറച്ച് ലാഗ് വന്നത്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടണം എന്ന് വിചാരിച്ചു, പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്കിത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതാണ് പറ്റിപ്പോയത്. അപ്പം ഇപ്പം ഞാൻ എന്തായാലും ബാംഗ്ലൂരിലുണ്ട്. തിരിച്ച് ഞാൻ എൻ്റെ കോളേജിലേക്ക് തന്നെ വന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. അപ്പം ക്ലാസ്സൊന്നുമില്ല. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും റിഷയും ഞാനും ഇങ്ങനെ വിചാരിക്കുകയാണ്, ഒന്ന് ഇപ്പോൾ വെറുതെ ഇരിക്കല്ലേ, വെറുതെ ഇരുന്ന് ബോറടിച്ചു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഫൈൻ, എന്തായാലും ഒന്ന് പുറത്ത് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒലീവ് എന്ന് പറഞ്ഞ ഷോപ്പിലേക്കാണ്. അവിടെ നല്ല കടികൾ കിട്ടും. ശരിക്കും അതൊരു മലയാളീസിൻ്റെ കടയാണ്. അപ്പോൾ നമുക്ക് നാടൻ ആയിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ നാട്ടിലെ കടികൾ കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഷോപ്പിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യാത്ര അങ്ങോട്ടേക്കാണ്. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഇവിടെ ആണെങ്കിൽ ലിഫ്റ്റ് വർക്കാവുന്നില്ല. സോ സാഡ്. ഗൈസ് ഇവിടെ മരം വീണു കേട്ടോ. ഈ മരം വീഴുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് എന്താ അറിയില്ല. ഞാൻ പറയട്ടെ, ഞാൻ ആക്ച്വലി എനിക്ക് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല, എനിക്ക് ഈ പ്രകൃതി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതേപോലെ ഈ മരം വീഴുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സങ്കടമാണ്. അതേപോലെ ഞാൻ പൂവൊന്നും പറിക്കൂല. അല്ല റിഷ, അല്ല സീരിയസ് ആയിട്ട് ഞാൻ പറിക്കില്ലല്ലോ. താഴത്ത് വീണതാണ് ഞാൻ എടുക്കുക. അപ്പം ഇനി അല്ലേലും അങ്ങനെ പറയണം, സപ്പോർട്ട് ചെയ്യണം. ഞാൻ പറിച്ചാലും പറിച്ചില്ല എന്ന് പറയണം ഒന്നുകൂടെ. ഇല്ല റിഷ, ശരിയാണ്, വളരെ ശരിയാണ്. എടി ഓവറൊക്കെ. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതാ ഞങ്ങളിപ്പോൾ രേവേൻ്റെ മുന്നിൽ കൂടെ ഇതെങ്ങനെ നടക്കുന്നു. നല്ല മഴക്കാറുണ്ട്. ചിലപ്പോൾ ഇന്ന് മഴ പെയ്ത് അടിപൊളിയായിരിക്കും. മഴ പെയ്താൽ മതിയായിരുന്നല്ലേ. ചെറുങ്ങനെ പറയുമ്പോൾ അവരെ പറ്റി പറയുന്ന അവർക്ക് അറിയൂല. ചന്ത ഇതും കൂടി തിരിയണമെങ്കിലും ഓന് വേറെയും കാണും. ഓൻ എൻ്റെ നാട്ടിൽ നിന്ന് വരണം, അല്ലെങ്കിൽ എന്നാ തിരിയും. ഇവളിങ്ങനെയാണ്. അതാണ് എൻ്റെ കോൺഫിഡൻസ്. അതാണ്. എന്താണ് കോൺഫിഡൻസ് അറിയെങ്കിലും എൻ്റെ സ്ലാങ് അറിയുന്നത് കുറവാ. തിരിയൂല ഇല്ല. ഇവളിങ്ങനെയാണ് ഗൈസ്. ആരെ കണ്ടാലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. നിങ്ങൾക്കുണ്ടോ ഗൈസ് ഇങ്ങനെ ഒരു ഫ്രണ്ട്? അയ്യോ. അങ്ങനെ ഞങ്ങൾ പ്രൊസീജിയറൊക്കെ എഴുതി കഴിഞ്ഞ് പുറത്തിറങ്ങി ഗൈസ്. ഓരോ പെരാന്തന്മാരെ ചെയ്ത് വെക്കുന്നതാ. നിങ്ങൾക്ക് എന്താണ് ഗൈസ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? ക്യാമറ തുറന്നാൽ ഇവള് മിണ്ടൂല, അല്ലാത്തപ്പോ വാദം ഒരാതെ വളവളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ പറയണ്ടേ? കണ്ട, ഇതാ പറഞ്ഞ ക്യാമറ തുറന്ന ഇവള് മിണ്ടൂല. പക്ഷെ എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങളുണ്ട് പറയുന്നതല്ലോ. അതേപോലെ ഇപ്പോഴും എന്താ വന്ന നോക്കിയാലും ഓക്കെ ക്യാമറ ഉണ്ട്, അന്നേരം വരൂല. നമ്മളിപ്പോ ആരും ശ്രദ്ധിക്കാണ്ടിരിക്കുമ്പോ നമ്മളെ വായിലെല്ലാം ഇങ്ങനെ വരും അല്ല. ഞാൻ ആരോടെ പറയും? ചുമരിനോടാ. ഇവിടെ ചുമര് അതങ്ങ് ദൂരെയല്ലേ. ഇവിടെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെയുണ്ട്. അങ്ങനെയല്ലേ ഉണ്ടാവും. പട്ടി കുറയ്ക്കുന്ന കണ്ടിട്ടാ എനിക്കിഷ്ടാ പട്ടീനെ. അത് നിന്നെ പോലെ ഉണ്ട് ഏകദേശം കാണാൻ. എന്നെ കോപ്പി അടിക്കരുത് റിഷ.
കോപ്പി അടിക്കാൻ ഞാൻ പറഞ്ഞ പോലെ അത് പറ്റൂല. പക്ഷെ ഞാനാ പറഞ്ഞ അപ്പൊ അതേ എടുക്കുള്ളൂ. പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഫ്രണ്ടാ അല്ല, ഫ്രണ്ടും പിന്നെ എന്നെ പോലെ കാണാനൊന്നും പറ്റില്ല. അതാണ് ഞാൻ ഏറ്റവും കൂടെ ഫസ്റ്റ് പറഞ്ഞത്. ഞാനാ പറഞ്ഞ ഈ ക്യാമറയിലുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ സമ്മതിക്കൂല. ഇവളിങ്ങനെയാ. മഴ പെയ്യുന്ന അതിനെന്തിനാ വേദനിക്കുന്നേ? അല്ല, എന്റെ കണ്ണിലെ വെള്ളം പോയാ മഴ പെയ്തു. ഞാനൊക്കെ മഴ പെയ്യുന്നു വാന്ന് പറയും. ഞാൻ മഴ പെയ്യുന്നു പ്രതീക്ഷിക്കാണ്ട് ഇവിടിങ്ങനെ മഴ പെയ്യുന്നു അങ്ങനെ പറ്റില്ലേ. ഇടി എന്തെങ്കിലും ഓവറായിട്ട് കാണിച്ചാലേ ബാക്കിയുള്ളവർക്ക് കുറച്ച് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഇത്തിരിയെങ്കിലും മനസ്സിലാവുള്ളൂ. ഞാൻ മാത്രല്ല കേട്ടോ, എന്റെ കാര്യങ്ങളൊക്കെ ഇവളും ഓവറാക്കി പറയാറുണ്ട് ഗൈസ്. നോട്ട് ഓൺലി മീ. ഇവള് വെറും ഓവറാക്കി. അതാ കണ്ട, സമ്മതിക്കൂല. എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. കണ്ട, ഞങ്ങളെത്തി ഒലീവ്, ഞങ്ങളെത്തി. ഗൈസ് ഇവിടുത്തെ കടികൾ ഇതൊക്കെയാ. ചായ വേണ്ട നിനക്ക്? ചേട്ടാ ഒരു ഹായ് അറിയോ? ചിക്കൻ എങ്ങനെയുണ്ട്? ബോണ്ട ഞാൻ കുറേ കാലം നാട്ടിലത്തെ ബോണ്ട. ഗൈസ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. നല്ലതായിരുന്നു. അവിടെ നിന്ന് ഞാൻ റിവ്യൂ വന്നില്ല. നല്ലതായിരുന്നു. ഇനി ആർക്കെങ്കിലും ഇതേപോലെ ബാംഗ്ലൂർ നമ്മുടെ യലഹങ്ക കട്ടിങ്ങനഹള്ളിയിൽ ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നാടനായിട്ട്, അതായത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ സ്പെഷ്യലായിട്ട് ഇതേപോലത്തെ കടികളൊക്കെ ഈ ഒലീവ് എന്ന് പറഞ്ഞ കടയിൽ കിട്ടും. ഗൈസ് മഴ പെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു കടയിലേക്ക് വന്നു. ഇവിടെ ഞങ്ങൾ ബിരിയാണി മേടിക്കാമെന്ന് വെച്ചു. നൈറ്റ് ഫുഡ്. ഓക്കെ, ബിരിയാണി ഇല്ല. അപ്പം ഞങ്ങൾ ഫ്രൈഡ് റൈസും ബീഫ് കറിയുമാണ് മേടിച്ചത്. ഇനി മഴ പെയ്ത കാര്യം കാണിച്ചു തരാം. ചായ വേണ്ട. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നേരത്തെ മഴ പെയ്തിരുന്നു. അപ്പോൾ ഫുഡ് ആയപ്പോഴത്തേക്കും മഴ കുറച്ച് പോയി. ഇപ്പൊ കുറച്ച് ഒന്നും കൂടെ മഴ പെയ്യുന്നുണ്ട്. മഴ കൊണ്ട് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. നോക്ക്, കുറേ നേരമൊന്നും എനിക്ക് ഫോൺ പിടിക്കാൻ പറ്റില്ല, കാരണം നനയും. അതാണ് ചെറിയ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട്, ചെറിയ നിമിഷങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യണം. ഇങ്ങനത്തെ ഈ മൊമെന്റ്സ് മാക്സിമം എൻജോയ് ചെയ്യാം. മഴ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ മഴയുമില്ല, പക്ഷെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളെത്തി, കോളേജെത്തി. ശീലങ്ങൾ നമ്മൾ ചെറുശീലം. ഇപ്പൊ ഇതേപോലെ മഴ നമ്മളിങ്ങനെ ആസ്വദിച്ചിട്ട് പോകണം. കണ്ട അയ്യോ, നല്ല വീഴ്ചയാവും വീണ് കേട്ടോ. അല്ല, അവൻ എൻജോയ് ചെയ്ത്. കാണിച്ചെടുക്കാനോ നനഞ്ഞത് ഇന്ന് കണ്ടിട്ടുണ്ടോ? നീതിരി ഞാൻ പോയിട്ട് പിയട്ടെ. അതാണ് ഇവളെ കോല. ബട്ട് ഇന്ന് അടിപൊളിയായിരുന്നു ലർഷ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി. അങ്ങനെ മഴ കൊണ്ടിരുന്നു. സോ ഗുഡ് ഗായ്സ്. അടിപൊളിയായിരുന്നു. നല്ല വൈബായിരുന്നു. ആ ഒരു മഴേന്റെ സൗണ്ടും ആ ഒരു എൻജോയ്മെന്റും ആ ഒരു ക്ലൈമറ്റ്, ആ ഒരു പിഴിയണം. ഷർട്ടൊക്കെ പിഴിയാനുണ്ട്. ഷർട്ട് മാത്രല്ലേ, എല്ലാം പിഴിയാനുണ്ട്. ഈ റൂമിലേക്ക് കയറാൻ പോവാണ്. വൈബായിരുന്നു. എന്തായാലും എൻജോയ് ചെയ്ത്. അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്ത് മഴ കൊണ്ട്. ആ മഴേന്റെ ആ ഒരു എന്താ പറയാ, ഫീൽ ചെയ്തു. ഭയങ്കര ഒരു തെറാപ്പി ആയിരുന്നു, അങ്ങനെ പറയാം.
മഴ പെയ്താൽ ഇങ്ങനെ ഉണ്ടാവും നന്നായി. ഇത്ര സൂമാവുള്ളൂ. ബൈ.